ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ട് അതിമനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടാണ്. വീടിൻ്റെ ഇൻറ്റീരിയറും ഒരു രക്ഷയും ഇല്ല കേട്ടോ. കുറഞ്ഞ സ്പേസിൽ ഭംഗിയിൽ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. വീടിൻ്റെ എലിവേഷൻ പക്ക കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. എലിവേഷൻ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബോക്സ് ടൈപ്പിലാണ് ഷോവാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകൾ ഭാഗത്ത് GI വർക്ക് കൊടുത്തിട്ട് അതിൽ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസ് ചെയ്തിട്ടുള്ളത് UPVC വിൻഡോസ് ആണ്. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗിലായിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ്. അതേ ടൈല് തന്നെയാണ് സ്റ്റെപ്പിനും നൽകിയിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് 240 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറിന് മാച്ച് ആയിട്ടുള്ള 2 ചെയറുകളുമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ടൊരു ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. ഇനി മെയിൻ ഡോറ് നോക്കാം. മെയിൻ ഡോറ് വളരെ സിമ്പിളായിട്ട് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. 2 സ്റ്റീലിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 300x310 ആണ്. ഈ ഒരു ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു ലിവിങ് വിശദമായിട്ട് കാണാം. ഇവിടെ സെൻറ്റർ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വുഡൻ കളറിൽ വരുന്ന കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റെക്സിനയുടെ ഷീറ്റ് വരുന്നതാണ്. ഈ ഒരു ഭാഗം മൊത്തം വലിയ വിൻഡോ കൊടുത്തിട്ട് ക്ലോത്ത് കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകൾ ഭാഗത്ത് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ സീലിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് TV യൂണിറ്റ് വരുന്നുണ്ട്. ഇത് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വാളായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് മൈക്ക, അതുപോലെ GI ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്നിവ യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ പരിചയപ്പെടാം. അപ്പോൾ ഡൈനിങ്ങിൻ്റെ സീലിംഗ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ സ്റ്റെയർ വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് കിച്ചൺ, പ്രെയർ റൂം, ഒരു ബെഡ്റൂം, വാഷ് ഏരിയ എന്നിവ നൽകിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2x4 സ്റ്റെയറിൻ്റെ മുകൾ ഭാഗം ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് ഡൈനിങ്ങിലേക്ക് നല്ലൊരു ഷോ കൊടുക്കുന്നുണ്ട്. ഇവിടെ 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് മിൽക്കി വൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് വലിയ UPVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് GIയുടെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പോർഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. പ്ലാന്റ്സ് വെക്കാനുള്ളൊരു ഏരിയയാണ്. ഇനി സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് താഴെ സ്റ്റോറേജ് ആണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ്. അതും ഇവരുടെ കളർ പാറ്റേണിനോട് യോജിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള മിററുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ കണ്ടു നോക്കാം. സിമ്പിൾ ഡിസൈനിൽ നല്ല ഭംഗിയോട് കൂടി ചെയ്തിട്ടുള്ളൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ വരുന്നത്. കിടക്കുന്ന ഭാഗത്ത് ഇതുപോലൊരു കൗണ്ടർ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. മുകൾ ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു GI വർക്കാണ്. അതിനകത്ത് പ്ലാന്റ്സും ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു കിച്ചൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു 4 സീറ്റ് വരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം സീലിംഗ് ഈ ഒരു രീതിയിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ധാരാളം അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടേക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലെങ്തി ആയിട്ടുള്ളൊരു UPVC വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ സിങ്ക് സെൻട്രൽ പോർഷനിലാണ് വരുന്നത്. അത് ഡബിൾ സിങ്ക് ആണ്. ഈ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ താഴെയായിട്ട് 2 ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെയാണ് വുഡാനോബ് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വീടിൻ്റെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി ഇവിടെ ഒരു ചെറിയ വർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. കുറഞ്ഞ സ്പേസേ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലാബ് വാർത്തിട്ടുണ്ട്. ഇവർക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് GI ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് സിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒരു GTBT സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോട്ടിൽസൊക്കെ വെക്കാനുള്ള ഒരു ഓപ്പൺ ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ സൈഡാണ് കേട്ടോ. അതായത് കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടൊരു പാസേജ് കൊടുത്തിട്ട് അതിനകത്താണ് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇവിടെ വരുന്നത് ഒരു വാഷ് ഏരിയ ആണ് കേട്ടോ. വുളൂഹ് ചെയ്യാനും മറ്റും യൂസ്ഫുൾ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ബെഡ്റൂമാണ്. നേരെ കാണുന്നതാണ് പ്രെയർ റൂം കേട്ടോ. പ്രെയർ റൂമിനും UPVC ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഹാഫ് പോർഷൻ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് ഈ ഒരു പ്രെയർ ഏരിയ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് UPVC വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഒരു ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 10x10 ആണ്. അതായത് 300x300. സിമ്പിളായിട്ടുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് വിൻഡോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതും സൈസ് കുറച്ചിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. അത് വലുതാക്കിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ സ്പേസ് താഴെ കുറക്കാനായിട്ട് പറ്റും. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാത്റൂം നോക്കാം. പീകോക്ക് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടൈല് ചൂസ് ചെയ്തിട്ടുള്ളത്. 2x4 ടൈലാണ്. താഴെ മാറ്റ്. മുകൾ ഭാഗത്ത് ഗ്ലോസിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ലെങ്തി വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. അപ്പം സ്റ്റെയറിൻ്റെ രൂപം ഒന്ന് കണ്ടുവെച്ചോളൂ കേട്ടോ. ഈ ഒരു രീതിയിലാണ് സ്റ്റെയർ വന്നിട്ടുള്ളത്. ടഫൻ്റെ ഗ്ലാസ് ആണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. മഹാഗണി വുഡാണ് സ്റ്റെപ്പിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു ലെങ്തി ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കോർണറിൽ അടിപൊളിയായിട്ടുള്ളൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ 2 ബെഡ്റൂം. ഇപ്പം നമ്മൾ നേരെ കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 12-11 സൈസിലായിരിക്കും കേട്ടോ. കൂടാതെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സീലിംഗിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മൾ ഡോറ് തുറക്കുന്ന ഭാഗം കേട്ടോ. സ്റ്റഡി ടേബിളിൻ്റെ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു സൈഡിലേക്കായിട്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത്, സിമ്പിൾ കോട്ടാണ്. ഇവിടെയും സീലിംഗിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ വിൻഡോ ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് മൊറോക്കൻ ഡിസൈന് കൊടുത്തിട്ടുണ്ട്, അതായത് മൊറോക്കൻ ടൈൽ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഇത് കിഡ്സ് ബെഡ്റൂം ആണ്. കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ കോട്ടാണ്. നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും റൂം വന്നിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ ഒരു ടീ ടേബിളും ഒരു സെറ്റിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോട്ട് ഫുള്ളി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പും കൊടുത്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ്. ഇവിടെയും ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണി നോക്കാം. ഇവിടെ ഫ്ലോറിൽ മൊത്തം ഗ്ലോസി ടൈപ്പ് ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാൽക്കണിയാണ്. ഇവിടെ റൂഫ് ചെയ്തിട്ടുള്ളത് GIയിലും ടഫൻഡ് ഗ്ലാസ്സിലും ആണ്. ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു നല്ല വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.